ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ 3 പേരും അനാഥരാണ്. എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുവിന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സിന് വെച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്റ്റും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പിയില്ലെങ്കിലും പോലീസുകാരനാ. എന്തായി ചേച്ചി? എന്താവാനാ, എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. MLA കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? അറിയില്ല. ചേച്ചി പോയ പിന്നെ വേറെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്നിരുന്നു. അച്ഛന്റെ ഫോട്ടോ വേണത്രേ. ചേച്ചി വരാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ പേരും പറഞ്ഞ് വെറുതെ ആളായി നടക്കാനാ. അതിനാരെയും നമുക്ക് സമ്മതിക്കണ്ട. MLA ഒന്നും പറഞ്ഞില്ലേ? അപേക്ഷ വാങ്ങി ഫയലിൽ വെച്ചു. വേണ്ടത് ചെയ്യാം, അന്വേഷിക്കാം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ അച്ചടിച്ചു വെച്ച ചില വാക്കുകളും നമുക്കാരുമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ ആരോടാ പറയേണ്ടതെന്നോ ഒരു രൂപമില്ല. MLAയുടെ കൂടെയുള്ള ഒരാള് പറയാ, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിന്ന് ഒരു മനുഷ്യനെ മാത്രം എങ്ങനെ തെരഞ്ഞു പിടിക്കാനാണെന്ന്. MLAയുടെ ജോലി അതാണോ എന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ അച്ഛനല്ല, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പുതിയ വിവരങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇത് എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പേര് സച്ചിദാനന്ദൻ, സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇപ്പൊ സസ്പെൻഷനിലാണ്. ഇവിടത്തെ എസ്ഐയുടെ സ്വഭാവവും അന്വേഷണ രീതികളും ഒക്കെ ഞാൻ പറഞ്ഞു. ആവുന്നതൊക്കെ ചെയ്യാൻ ഏറ്റിരിക്കുക. പുള്ളിക്കാരന് ചില കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. ആ എസ്ഐ ചോദിച്ച പോലും ചോദിക്കില്ല. ചിലപ്പോ പത്രത്തിൽ വായിച്ചു കാണും. കടവനാട്ട് ഒരു നോട്ടിലിട്ടപ്പ് സംഘത്തെ കൂടോടെ പിടിച്ചത് സച്ചിയായിരുന്നു. അതുപോലെ തന്നെ മുട്ടത്തറ അമ്പലത്തിലെ വിഗ്രഹമോഷണം, അതും സച്ചിയാ കണ്ടുപിടിച്ചത്. നിങ്ങളുടെ അച്ഛൻ ഇവിടുന്ന് പോകുന്ന ദിവസം രാവിലെ എത്ര മണിക്ക് ഉണർന്നു? ഒരു 5:30-6 മണിയായി കാണും. എന്നും ആ സമയത്താണോ ഉണരാറ്? അതെ. എത്ര മണിക്കാണ് പോയത്? രാവിലെ 9:30 ആയിട്ടുണ്ടാവും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്? അതെ. ദോശ, ഇഡ്ഡലി, വട, പുട്ട്, കടല. എന്താ കഴിച്ചത്? പറഞ്ഞോളൂ. അന്ന് ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത്. അച്ഛന് ഉപ്മാവ് വലിയ ഇഷ്ടമാണോ? അതൊക്കെ എന്തിനാ വെറുതെ സച്ചി ഇപ്പോ? അരിയോടല്ല ഞാൻ ചോദിച്ചത്. പറയൂ, അച്ഛന് ഉപ്മാവ് വലിയ ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല. ഇത് ശരിയായ ഉത്തരമല്ല. എനിക്കറിയേണ്ടത് അന്ന് അച്ഛൻ വയറു നിറച്ച് ഉപ്മാവ് കഴിച്ചോ എന്നാണ്. ഉവ്വ്. യാത്ര പുറപ്പെടുമ്പോ അലക്കി തേച്ച വസ്ത്രങ്ങളാണോ അദ്ദേഹം ധരിച്ചിരുന്നത്? അതെ. ഇറങ്ങാൻ നേരത്ത് പ്രത്യേകമായി വല്ലതും പറഞ്ഞോ? വികാര വിക്ഷോഭത്തോടെയോ മറ്റോ? അത് മാളൂനോട് പഠിക്കാൻ പറഞ്ഞു. പിന്നെ ചീരയ്ക്ക് വെള്ളം ഒഴിക്കാനും പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല? ഇല്ല. സ്വാഭാവികമായ ഒരു യാത്ര. കഴിക്കുന്നൊരു കഷായം ഒറ്റ വിലക്ക് കുടിച്ചു തീർക്കുന്നതാണ് നല്ലത്. വേദനിപ്പിക്കുന്ന ഈ സത്യവും ഒറ്റ വീർപ്പിൽ പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ അച്ഛൻ ശേഖരമേനോൻ ഈ ഭൂമുഖത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. മരിച്ചു. ആത്മഹത്യയൊന്നുമല്ല. ഒന്നുകിൽ അപകടമരണം, അല്ലെങ്കിൽ കരയണം, കുറെ നേരം കരയണം. ഇല്ലെങ്കിൽ മാനസിക തകർച്ചയുടെ ആക്കം കൂടുകയാണ്. നീ എന്തായി പറയണേ? വെറും സത്യം മാത്രം. നീ ഇങ്ങോട്ട് വന്നേ. ഇത് പറയാനാണോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? മേനോ സാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞു. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. തെമ്മാടിത്തരാ നീ ചെയ്തത്. ഒരു പിന്നാക്കും അന്വേഷിക്കാതെ ഒരാൾ മരിച്ചു എന്ന് പറയാൻ നിനക്ക് എന്താ അവകാശം? ആ കുട്ടികൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഭഗവാനെ? അവരുടെ അച്ഛനല്ലേ, എന്തുമാത്രം സങ്കടം ഉണ്ടാവും.
അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല. പോലീസ് മനസാക്ഷി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ബുദ്ധിയോട് എന്ത് പിണ്ണാക്കടാ നീ ഇപ്പൊ ചെയ്ത്? ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ശേഖരമേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ നാട് വിട്ടു പോയിട്ടില്ല. അങ്ങനെ നാട് വിട്ടു പോകാൻ മനസ്സുള്ള ഒരാൾ വയറു നിറച്ച് ആഹാരം കഴിക്കില്ല, ചീരയ്ക്ക് വെള്ളം നനക്കാൻ പറയില്ല. സ്വാഭാവികമായ ഒരു യാത്ര പറച്ചിലും അയാളെ കൊണ്ട് സാധിക്കില്ല. ഗുരുവായൂർക്ക് പോയ അയാൾ പിന്നെ എവിടെ? ഹരി, ടേക്ക് ഇറ്റ് ഫ്രം മീ, ശേഖരമേനോൻ ഈസ് നോ മോർ. അയാൾ മരിച്ചു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. നോൺസെൻസ്. നീ എവിടത്തെ പോലീസുകാരനടാ? ഒരാൾ വഴിതെറ്റി കാട്ടിലാകപ്പെടാം, ബോധക്കേട് ഒന്ന് ആശുപത്രിയിലാകാം. അങ്ങനെയുള്ള സകല സാധ്യതകളെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ ഒരു വിട്ടിക്കേ സാധിക്കൂ. ഒരു വാക്കുണ്ടെങ്കിലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം വേണ്ട, നിന്റെ അന്വേഷണം വേണ്ട, കണ്ടുപിടുത്തം വേണ്ട, ഒന്ന് വേഗം സ്ഥലപ്പെട്ടേച്ചാൽ മതി. ഹരി, ഞാൻ പറയുന്നത് നോ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഞാൻ സത്യം മാത്രം. പോടാ നിന്റെ സത്യം കൊണ്ട്. ഈ മുട്ടത്തറയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? ഒരു 100-150 വേണം. എന്തേ? അല്ല, ഒന്നുമില്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 150 കിലോമീറ്റർ സഞ്ചരിച്ച് ചേട്ടൻ കൊണ്ടുവന്ന ആള് ബഹുമിടുക്കൻ. ഇയാള് ക്രൈംബ്രാഞ്ചോ അതോ CID യോ? അല്ല, ഇയാൾ ഏതൊക്കെ കേസാ പിടിച്ചത്? ചേട്ടൻ ഇതുപോലെ മിടുക്കന്മാരെ ഫ്രണ്ട്സ് ധാരാളം ഉണ്ടോ? നിർത്തറ. ദേഷ്യം പിടിക്കണ്ട. സാധാരണ ഞാനാണ് ചേട്ടനെ ഏടാകൂടത്തിൽ ചാടിക്കാറ് എന്നല്ലേ പറയാറ്. ഈ കേസോ? ഒരു കാര്യം ചേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഒരാൾക്ക് ഏടാകൂടത്തിൽ ചാടാനാണ് വിധിയെങ്കിൽ ദൈവത്തിന് പോലും അയാളെ തടയാൻ കഴിയില്ല. ആ സർക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഷൻ ആയതിലേ ഒരത്ഭുതമില്ല. ഇതല്ലേ കയ്യിലിരിപ്പ്. നീ വലിയ ആളാവല്ലേ? അവൻ മെടുക്കൻ തന്നെയാടാ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പൊ തെറ്റായിപ്പോയെന്ന് തോന്നുന്നു. ഒരാളെ കുറേശ്ശെയായി നീട്ടി ദഹിപ്പിക്കുന്നത് സ്ലോ പോയിസണിങ്ങിന് തുല്യ. അവന് തോന്നിയത് അവനങ്ങ് വെട്ടി തുറന്ന് പറഞ്ഞു. അവന്റെ ആംഗിൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല. വികാരപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഏതൊരാളും നല്ലൊരു പ്രൊഫഷണൽ ആയിരിക്കില്ല. അങ്ങനെയുള്ള ഒരു ഡോക്ടർ സ്വന്തം മകനെ ഓപ്പറേറ്റ് ചെയ്യില്ല. ഒരു പോലീസുകാരൻ ക്രിമിനലായ തന്റെ അച്ഛന്റെ കൈക്ക് വിലങ്ങ് വെക്കുകയില്ല. നിന്നെ എനിക്ക് പണ്ടേ അറിയില്ലേ ഹരി. ഇഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങളാക്കി മാറ്റുന്നവനല്ലേ നീ. അതറിയാവുന്നതുകൊണ്ടാണ് നീ പറഞ്ഞു വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നത്. നിസ്സംഗമായ നിലപാടോടെ ഈ കേസ് ഞാൻ അന്വേഷിക്കും. ഞാൻ ഇതുവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ. ഞാനും കണ്ടിട്ടില്ല. എന്നുണ്ടോ ഈ നടപ്പ്? ഉണ്ട്. ഇല്ല. ഇടയ്ക്ക് 1-2 ദിവസം മുടങ്ങിയില്ലേ? ഇല്ലല്ലോ. ഉവ്വല്ലോ. മകന്റെ കല്യാണം മുടങ്ങിയ ആ സമയത്ത് താങ്കളെ 1-2 ദിവസം ഞാൻ കണ്ടില്ല. ഓ, ശരിയായിരിക്കും. ശരിയാണ്. ആരായാലും അത്തരം ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിൽ ദിനചര്യകളൊക്കെ ഒന്ന് മാറിപ്പോകും. എനിക്ക് നിങ്ങളെ സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ. എന്റെ മകന്റെ കല്യാണക്കാരിയൊക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞു? സംഭവം സത്യല്ലേ? എന്നാലും ആരോ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് നിശ്ചയിച്ച കല്യാണം മുടക്കണമായിരുന്നോ? അതോ ആ ഭീഷണിയിൽ വല്ലാതെ അങ്ങ് വരണ്ടുപോയോ? നടന്നോളൂ. ആര് ഭീഷണിപ്പെടുത്തി? ആളിനൊക്കെ എനിക്കറിയാം സാറേ. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ചുമ്മാ. ഞാനേ ഒരു അഡ്വക്കേറ്റാ. ശേഖരമേനോന്റെ മകളെ ആര് കല്യാണം കഴിക്കാൻ വന്നാലും അയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അയാളുടെ പേരിൽ ചെറിയൊരു കംപ്ലൈന്റ് താ. നിങ്ങൾക്ക് ഒരു പോറൽ വെൽക്കാതെ ആ ദുഷ്ടനെ ഞാൻ പൂട്ടിക്കോളാം. എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. നിങ്ങളുടെയും കൂടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്റെ രക്ഷയ്ക്ക് ഇപ്പൊ ഒരു തകരാറുമില്ല. അപ്പോ നേരായ മാർഗത്തിൽ ശ്രമിച്ചാൽ സത്യം പറയുന്ന ആളല്ല നിങ്ങൾ. എന്ത് സത്യം? വേണ്ട, പറയണ്ട. പറയിപ്പിക്കാൻ എനിക്കറിയാം. ഭീഷണിയുടെ കഥ മാത്രമല്ല, ശേഖരമേനോന്റെ മരണത്തെപ്പറ്റി നിങ്ങൾ പറയേണ്ടി വരും. എണ്ണി പറയേണ്ടി വരും. എന്റെ മുതലാളി താന്നിക്കാട്ട തോമസ് ഊട്ടിച്ചാനെ 35 കൊല്ലം മുമ്പ് കെട്ടിയോള് സറാമച്ചേടതിയോടൊപ്പം ലോഞ്ചേ കയറി ദുബായി ചെന്നിറങ്ങിയതാ. രണ്ടുപേരുടെയും കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 1,500 രൂപയും MA പാസ്സായ ഓരോ സർട്ടിഫിക്കറ്റുമാണ്. ആദ്യമൊക്കെ രണ്ടുപേരും ഒത്തിരി അങ്ങ് കഷ്ടപ്പെട്ടു. ഷേക്കിന്റെ മക്കൾക്ക് ഇംഗ്ലീഷിന് ട്യൂഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോ മുതൽ ആ പച്ച പിടിച്ച് പിന്നെ അങ്ങോട്ട് വെച്ചാടി കേറ്റമാ. സ്വന്തം സ്കൂൾ 1ആയി 2ആയി, ഗൾഫിൽ അങ്ങോളം ഇങ്ങോളമായി. നിങ്ങൾ ആരാണോ മനസ്സിലായില്ലല്ലോ. പക്ഷെ എന്നാ ചെയ്യാനാ, ഈ കഴിഞ്ഞ മാസം ചേട്ടതിയെ കർത്താവ് അങ്ങ് വിളിച്ച്. പാവം തോമസ് ഊട്ടിച്ചാൻ ഒറ്റയ്ക്കായി. ഏകപ്പെട്ട സ്വത്ത് ഇന്ത്യ മുഴുവൻ. അനുഭവിക്കാൻ മക്കളുണ്ടോ? ഇല്ല. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ഇച്ചായൻ കണ്ണീരോടെ ഒരു കത്തെഴുതി. എന്റെ പൊന്നു കുഞ്ഞച്ച 2 മാസത്തിനകം സറാമയുടെ പേരിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എത്രയും വേഗം ഒരു സ്മാരകം പണിയണമെന്ന്. എന്നാ സ്മാരകമാ ആലോചിച്ചു. ആരാണോ ഈ ബോട്ടിൽ ഇവിടെ കൊണ്ടുവച്ചത്? എടുത്തു മാറ്റോ. ഈ നടുറോട്ടിൽ ഇതിവിടെ കൊണ്ടുവച്ചത് ആരാന്നാ ചോദിച്ചത്? പാവപ്പെട്ട പണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലാന്നായിണ്ടല്ലോ. എടുത്തു മാറ്റാൻ. ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഞാനിത് പാടത്തേക്ക് എടുത്ത് മാറ്റും. ഞാനൊന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു. റോഡിൽ വിലങ്ങനെ ഇതിങ്ങനെ കൊണ്ടുവച്ചാലേ തനിക്ക് മൂത്രം വരുള്ളൂ. ഇവിടുത്തുകാരനാണോ താൻ?
പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാനത്. ആണോ? എങ്കിലത് അറിയാൻ തന്നെയാ ബൈക്ക് ഇവിടെ കൊണ്ടിട്ടത്. ഈ ബൈക്കിന്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് ഇങ്ങനെ വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ ആ മനുഷ്യനെ താങ്കൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. മനുഷ്യനല്ല, ഏത് മഹാരാജാവാണെങ്കിൽ ഞാൻ കത്തിക്കും. എടോ, എന്റെ അടുത്ത് ഇഷ്ടം പോലെ പണണ്ടോ, അത് മുടക്കി വലിയൊരു വക്കീലിനെ ഏർപ്പാടാക്കി ഏത് കേസിന് ഞാൻ ഊരിപ്പോരും. താങ്ക്സ്. എനിക്ക് ഇത്രയും മാത്രമേ അറിയേണ്ടതുണ്ടായിരുന്നു. എനിക്ക് പോയിക്കോളൂ. നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഏത് കോടതിയില്? ആദ്യ സെഷൻസ്. അപ്പീൽ ഉണ്ടെങ്കിൽ ഹൈക്കോടതി, പിന്നെ അപ്പീൽ ഉണ്ടെങ്കിൽ സുപ്രീം കോടതി. താൻ എന്തൊക്കെയാ പറഞ്ഞത്? താൻ ആരാ? ഞാൻ ആരായാലും കുഴപ്പമില്ല. താങ്കൾ അടക്കാച്ചാണകം പങ്കുണ്ടി മേനോൻ തന്നെയാണല്ലോ. മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവനാണല്ലോ. തവളത്തലയുള്ള തന്റെ മോനെ കൊണ്ട് ശേഖരമേനോന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ലേ? ഓരോ തവണ കല്യാണം മുടങ്ങുമ്പോഴും ഈ ആവശ്യം പറഞ്ഞ് താൻ ആ വീട്ടിൽ ചെന്നിരുന്നില്ലേ? ഒടുവിൽ തനിക്ക് മനസ്സിലായി ശേഖരമേനോൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ലെന്ന്. തന്റെ കയ്യിൽ ഇഷ്ടം പോലെയുള്ള പണം ഉപയോഗിച്ച് വാടക കൊലയാളികളെ കൊണ്ട് ശേഖരമേനോനെ താൻ കൊന്നു. ദേവദോഷം പറഞ്ഞ തലയിൽ ഇടുത്തി വീഴ്ത്തന്നെ. പോലീസുകാരുടെ തലയിൽ ഇടുത്തി വീഴാറില്ല. പ്രത്യേകിച്ച് എന്നെ പോലുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലയാവുമ്പോ ഇടുത്തി എന്നല്ല ഒരു തേങ്ങ പോലും വീഴാൻ ഭയക്കും. സർക്കിൾ മേനോന്റെ ശവം താൻ എവിടെ ഒളിപ്പിച്ചു? എന്റെ പൊന്നു സാറേ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ പെട്രോളിക്കും കത്തിക്കുന്നൊക്കെ. അടിയിൽ എഴുതി കാണിച്ച ഓടുന്നവരെ ഞാൻ. സാർ എത്ര വണ്ടി വേണമെങ്കിൽ നടന്നോട്ട് കൊണ്ടിട്ടോളൂ. ഒന്നാമതിക്ക് അങ്ങോട്ടല്ല പോട്ട് പുറകോട്ടാ. വണ്ടി പുറകോട്ട് എടുക്കണോ? കോൺട്രാക്ടർ ഹരീന്ദ്രൻ? അതെ. പ്ലീസ്. പരാതി ഞാൻ വായിച്ചു. മിസ്റ്റർ ശേഖർമേനന്റെ മക്കളാണോ മൂന്നുപേരും? അതെ. പോലീസ് കാര്യമായൊന്നും ചെയ്തില്ല? ഇല്ല സർ. ചെയ്യില്ല. പ്രോഫിറ്റബിൾ കേസാണെന്ന് തോന്നിക്കാണില്ല. മിസ്റ്റർ ഹരീന്ദ്രൻ, ഞാൻ ഡൽഹിക്കാരനാ. നിങ്ങളുടെ സ്റ്റേറ്റിനെ സർവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് അഫയേഴ്സിനെ ഞാൻ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇവിടെ എല്ലാം താറുമാറായി കിടക്കുകയാണ്. ആർക്കും ആരോട് ഒരു ഉത്തരവാദിത്വമില്ല. 99% കള്ളന്മാരാ. അങ്ങനെ ആയിപ്പോയി സർ. നേര് പറഞ്ഞാൽ താങ്കളെപ്പോലെ നോർത്ത് ഇന്ത്യൻ കേഡറിലുള്ള IAS ഓഫീസേഴ്സ് ആണ് ഞങ്ങൾക്ക് ഇപ്പൊ ആകെയുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇത് ഞാൻ നോക്കിക്കോളാം. വേണ്ടി വന്നാൽ ഔട്ട് ഓഫ് ദ വേ. ഐ മേക്ക് ദം ആക്ട് ഇമ്മീഡിയറ്റ്ലി. സങ്കടപ്പെടാതിരിക്കൂ കേട്ടോ. ഐ എം വിത്ത് യു ആൻഡ് യു ക്യാൻ കം ടു മീ അറ്റ് എനി ടൈം. അല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് അപ്പപ്പ എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. താങ്ക് യു സർ. യു ആർ വെൽക്കം. കൊച്ചേ, ഇനി വന്നേ. ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ കേസ് അന്വേഷണം സീരിയസ് ആയി തന്നെ എടുക്കുമെന്ന് മനസ്സിലാക്കാൻ പരാതി എന്തിനെ കളക്ടർക്ക് അയച്ചു? ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരു കമ്പി അടിച്ചാൽ പോരായിരുന്നു? പുറപ്പെട്ടു പോയ അപ്പനെ അവർ കണ്ടുപിടിച്ചു വരുമായിരുന്നല്ലോ. ഞാനൊന്ന് പറഞ്ഞത് തന്നെയാ നേരെ. മക്കൾ കാരണം ജീവിതം എടുത്ത ശേഖരമേനോൻ കുറ്റിപ്പുറത്തുനിന്ന് ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് സെപ്റ്റംബർ 13 ബോംബെക്ക് വണ്ടി കയറി. അതിനുള്ള രേഖകളെല്ലാം എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? എന്റെ പൊന്നു കൊച്ചേ, ഇനി ബോംബെ ചെന്ന് മേനോനെ കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ആ കളക്ടറോട് എന്ന് പറഞ്ഞാൽ മതി. ജീപ്പറോ. ഞാൻ മുട്ടത്തറ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദൻ. സർ, ഫോർമാലിറ്റീസ് ഒന്നും വേണമെന്നില്ല. ഞാനിപ്പോ സസ്പെൻഷനില്ല. അറിയാം സാർ, പേപ്പറിൽ വായിച്ചിട്ടുണ്ട്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. ഇതെന്റെ സുഹൃത്ത് ഹരീന്ദ്രൻ. പരിചയമുണ്ട് സാർ. പറയൂസേ, ചായ ശരിക്ക് പാലൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തോളാൻ പറ. പതയുണ്ടാകും സാർ, ടേസ്റ്റിയാ. ചായ ഒന്നും വേണ്ട. നിങ്ങൾ ഇന്ന് ശേഖരമേനോന്റെ മകളെ കണ്ടു എന്ന് പറഞ്ഞു. അതായത് കളക്ടറിനെ വിളിച്ച്. മനസ്സിലായി. മേനോന്റെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷനെ പറ്റിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സാർ, ഇത് സെപ്റ്റംബർ 13 കുറ്റിപ്പുറത്തുനിന്ന് കുർള എക്സ്പ്രസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ ചാർട്ടാണ്. ദേ കണ്ടോ, പി ശേഖരമേനോൻ, 58 years old, മെയിൽ, കുറ്റിപ്പുറം ടു ബോംബെ, സീറ്റ് നമ്പർ 21. യെസ്, ഇത് അദ്ദേഹം തന്നെ. ഏതായാലും ജീവിച്ചിട്ടുണ്ടല്ലോ, സമാധാനായി. ആർക്ക്? ആർക്കെങ്കിലും ആവട്ടെ. ഈ ചാർട്ട് കൊണ്ട് മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൃപ്തനാവില്ല. ഞാൻ തൃപ്തനായില്ല സാർ. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി. അങ്ങനെയാണ് ശേഖരമേനോന്റെ കൂടെ യാത്ര ചെയ്ത ഒരു ഹമീദിനെ ഞാൻ കണ്ടെത്തിയത്. ഏത് ഹമീദ്? സഫർ ട്രാവൽസിലെ ഒരു ജീവനക്കാരനാണ് ഹമീദ്. ഹമീദ് ഞാനാണ്. എന്നാ കാര്യം? ഞങ്ങളെ SI മാത്യു വർഗീസ് അയച്ചാണ്. ഇരിക്കൂ. ഒരു ചെറിയ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. പറയൂ. താങ്കൾ കഴിഞ്ഞ സെപ്റ്റംബർ 13 കുർള എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നു. നിങ്ങൾ ആ ശേഖരമേനോന്റെ ബന്ധുക്കളാണോ? അതെ. SIയോട് ഞാൻ പറഞ്ഞാണല്ലോ എല്ലാം. അതെ, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ. ഞാൻ കയറിയത് തിരൂരിന.
കുറ്റിപ്പുറത്ത് എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ശേഖരമേനോൻ കയറി. അതൊന്നും ഞാൻ അയാളെ ശ്രദ്ധിച്ചില്ല. ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കൊരു തേങ്ങലിട്ട് നോക്കിയപ്പോ എതിരെ ഇരുന്ന മനുഷ്യൻ കരയുകയും മൂക്കിയിട്ടെന്നൊക്കെ കണ്ടു. കാഴ്ചയിൽ മാനിനും തറവാടിയുമായ പ്രായം ചെന്നൊരു മനുഷ്യൻ കരയുന്ന കണ്ടപ്പോ സ്വാഭാവികമായി അയാളൊന്ന് നോക്കി. എന്നിട്ട് പുസ്തകം മടക്കി വെച്ച് എന്ത് പറ്റി ഞാൻ ചോദിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല, വെറുതെ നോക്കിയതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് ചായക്കാരൻ വന്നപ്പോ പുള്ളിക്കാരൻ ഞാൻ ഒരു ചായ ഓഫർ ചെയ്തു. നിർബന്ധിച്ചപ്പോ കുടിച്ചു. പിന്നെയാണ് അയാൾ ശേഖരമേനോനാണെന്നും ബോംബെക്ക് പോവുകയാണെന്നും ഓരോന്നോർത്ത് കരഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ യാത്ര പറഞ്ഞ് പാലക്കാട് ഇറങ്ങുകയും ചെയ്തു. ബോംബെയിൽ നിന്ന് ഇതുവരെ അദ്ദേഹം മടങ്ങി വന്നില്ലേ? ഇല്ല. കുറെ നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞാട്ടാണ് എന്റെ ഓർമ്മ. താങ്ക് യു മിസ്റ്റർ ഹമീദ്. ആ. ഇൻസ്പെക്ടർ എല്ലാം പറഞ്ഞു. എന്നാലും ഞങ്ങളൊരു മനസ്സമാധാനത്തിന് വേണ്ടി വന്നോളൂ. ഓക്കെ. ഇറങ്ങടാ. സത്യം പറഞ്ഞാൽ നിനക്ക് വേണ്ടത് സസ്പെൻഷൻ അല്ല, ഡിസ്മിസലാണ്. മനസ്സാക്ഷിയില്ലാത്തവൻ, അഹങ്കാരി. ഉപ്പുമാവ് വയറ് നിറച്ച് കഴിച്ചോ, യാത്ര ചോദിക്കുമ്പോൾ വികാരഭരിതമായി സംസാരിച്ചോ, ഇവൻ വലിയൊരു CID. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു മരക്കോന്നനെ വിളിച്ച് കേസന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അരി കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു മിണ്ടരുത് നീ. പാവം കുട്ടികള്, അവർക്കിത് അറിയുമ്പോ എന്ത് സന്തോഷമായിരിക്കും. ശേഖരമേനോൻ തിരിച്ചു വരുന്നത് വരെ ആ പെൺകുട്ടിയോട് കാര്യം ഒന്നും പറയരുത്. അത് നീയാണോടാ തീരുമാനിക്കാൻ? നമ്മൾ അവരോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശേഖരമേനോൻ മരിച്ചു എന്ന്. നമ്മളല്ല, നീ. ആരെങ്കിലും ആവട്ടെ, ആ നഷ്ടം സഹിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അതിനിടയിൽ വീണ്ടും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടാ, നിന്റെ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞു പിന്നെ വലിഞ്ഞു വന്നതിന് വലിഞ്ഞു കയറി വന്നു. ആ. ഹരിയെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യടാ? ഓ, അത്രത്തോളായോ? ആയി. ഞാനൊരു ഫൂളാണ്. അക്കാര്യത്തിൽ എന്താ ഇത്ര സംശയം? കാള പെട്ടെന്ന് കേട്ടപ്പോ കയറെടുക്കാൻ വന്ന എന്നെ ചൂല് കൊണ്ടടിക്കണം. ചാണകത്തിൽ മുക്കിയ ചൂലുണ്ടടിക്കണം.